അറിഞ്ഞാ IMA പുതിയ അനൗൺസ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു. സ്റ്റുഡന്റ് മെമ്പർഷിപ്പിന്റെ ക്രൈറ്റീരിയയുടെ കാര്യത്തിൽ IMA വലിയ ഒരു അപ്ഡേഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. IMA പഴയ പോളിസി പ്രകാരം ഒരാൾ സ്റ്റുഡന്റ് മെമ്പറായിട്ട് എൻറോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ റെഗുലർ ആയിട്ട് ഒരു കോളേജിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ PGയോ UGയോ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കണം. ഇങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സ്റ്റുഡന്റ് മെമ്പർഷിപ്പ് കിട്ടുകയുള്ളൂ. പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് സ്റ്റുഡന്റ് മെമ്പർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി റെഗുലർ ആയിട്ടുള്ള ഒരു കോളേജിൽ UG PG ചെയ്യണമെന്ന് നിർബന്ധമില്ല. പകരം ഒരു അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ടോ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൊക്കെയോ UGയോ PGയോ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്കും ഇനി മുതൽ സ്റ്റുഡന്റ് മെമ്പർഷിപ്പ് കിട്ടും. പക്ഷേ ഒരു കണ്ടീഷൻ ഉള്ളത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ UG ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ വയസ്സ് 21 അതിൽ താഴെയോ ആയിരിക്കണം. ഇനി നിങ്ങൾ PG ആണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ വയസ്സ് 23 അതിൽ താഴെയോ ആയിരിക്കണം. ഈ കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഇനി മുതൽ അങ്ങോട്ട് IMA സ്റ്റുഡന്റ് മെമ്പർഷിപ്പ് എലിജിബിലിറ്റി ഉണ്ട് എന്നതാണ് പുതിയ അപ്ഡേറ്റ്. അപ്പോൾ നിലവിൽ ഈ പ്രശ്നം കാരണം CMAയിലേക്ക് ജോയിൻ ചെയ്യാതെ മാറിയിരിക്കുന്ന ആളുകൾക്ക് ഇത് ഭയങ്കരമായുള്ള ഒരു ബെനിഫിഷ്യൽ ആയിരിക്കും. ഈ ഒരു അപ്ഡേഷൻ നിങ്ങളിൽ കുറെ ആളുകൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊരു ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നിയാൽ ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്യുക.